ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അഫ്രീൻ ഫ്ലെക്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇതാ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെക്കേഷനിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് നെല്ലിയാമ്പതി പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി പോവുകയാണ് കേട്ടോ. ഇത് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ തിരക്കായതുകൊണ്ട് അവിടെയും ഇപ്പോൾ എന്താ പറയുക, നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് വീട് ഓപ്പണിങ് അതുപോലെ തന്നെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആയ ടൈമിലാണ് കേട്ടോ ഞാനിപ്പോൾ അതാ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെറമോളൊക്കെ ഉള്ള ടൈമിലാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ സെറമോളില്ല, സെറമോൾ പോയിട്ട് തന്നെ കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ അതാ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എവിടെ പോവാണ്? നെല്ലിയാമ്പതി പോവാണ്. താത്ത പോവാണ് പറി. ഇപ്പൊ ഗായ്സ്, ഇപ്പൊ അവിടെ പോത്തുണ്ടി എത്താനാവുന്ന ടൈമില് കട കണ്ടപ്പോൾ അവിടെ നിന്ന് സ്നാക്സ് വാങ്ങാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ പോത്തുണ്ടി എത്താനാവണല്ലോ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പപ്പടപ്പുട്ട് എന്ന് പറയും കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു ഓറഞ്ച് കളർ കുഴലൊക്കെ ആയിട്ടുള്ള സംഭവം. പിന്നെ സാറമോൾക്കൊക്കെ പകുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതാ പോത്തുണ്ടി ഡാമെത്തി. പോത്തുണ്ടി രാവിലെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ തൊട്ട് നല്ല വെയിലാണല്ലോ. ഇപ്പോൾ എല്ലാവിടെയും നല്ല വെയിലാണ്. പാലക്കാടൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനില്ല കേട്ടോ ഗാർഡൻ്റെ ഉള്ളിൽ. തിരക്കന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ തിരക്കൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നെല്ലിയാമ്പതി ഹിൽസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ സെറമോൾ പാട്ട് വെച്ചപ്പോൾ അതിനനുസരിച്ച് കളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കുലുങ്ങും കേട്ടോ. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ നീലോ തീ പറഞ്ഞിട്ടുള്ള സോങ്ങല്ലേ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവിടെ വന്ന് കഴിക്കാമെന്നുള്ളൊരു വൈബിൽ കഴിക്കാമെന്നുള്ളൊരു രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും വെള്ളവും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡായിട്ട് കൊണ്ടുവന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, റാവുത്തർ ചിക്കൻ ബിരിയാണി. അങ്ങനെ അതാ ചിന്നത്ത വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങന്മാർ വന്നാൽ അവർ ഓടിയെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതാ ചിന്നമ്മ എല്ലാവർക്കും ഇതാ ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ചിക്കൻ ബിരിയാണിക്ക് സൈഡായിട്ട് തൈരും അതുപോലെ തന്നെ തൈരെന്ന് വെച്ചാൽ കച്ചമ്പറും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഗായ്സ്, നമ്മളതാ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഗായ്സ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതവിടെ സോൺ പപ്പടി കഴിക്കാൻ കേട്ടോ. അസ്നത് അവിടെ സോൺ പപ്പടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി അടുത്തത് പോകുന്ന എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മൾ വ്യൂ പോയിന്റിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക വണ്ടി നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും അങ്ങനെ എന്തൊക്കെയോ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ ഞാനിപ്പോൾ അത് ചിന്താൻ്റെ ഫോണിനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ചിന്താൻ്റെ ഫോൺ നല്ല ക്ലിയർ ഉള്ളതുകൊണ്ട് ഞാൻ അതിലെടുത്തു കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ അതിലും എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ പിന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. റോഡായാലും
അതുപോലെ തന്നെ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. റോഡൊക്കെ ആദ്യമൊക്കെ കുറച്ച് മോശമായിരുന്നെങ്കിലും ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നെല്ലിയാമ്പതിയൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പോലെയല്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളവിടെ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ പോപ്സ് ഔട്ട്ലെറ്റെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ പോയാൽ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കൽ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയി നമ്മൾ വാഷ്റൂമിലൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ വാഷ്റൂമിലൊക്കെ പോയി വന്നതും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാംഗോൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടോ. അപ്പോൾ ഈ കോണിൻ്റെ അടിയത്തെയൊക്കെ സെഹ്റമോൾ കഴിച്ചാണ് കേട്ടോ. സെഹ്റമോൾക്ക് ഐസ്ക്രീം അവൾ കണ്ടാൽ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിലത്തെ കോണിൻ്റെ അടിയത്തെ മാത്രം ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതാ സെഹ്റമോൾ അവിടെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഇറക്കി വിട്ടിട്ട് എത്ര നേരം കയ്യിലോ പിടിച്ചിട്ട് അവൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടത്തിപ്പിച്ചു കേട്ടോ. ഷൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടപ്പിച്ചു. പിന്നെ അതാ അവിടെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഞാനല്ല കേട്ടോ വീഡിയോ എടുത്തത്, താത്തയുണ്ട് വീഡിയോ എടുത്തത്. അങ്ങനെ അതാ ഇവിടെ ഓർഗാനിക്കായിട്ടുള്ള സ്കോച്ചും അതുപോലെ തന്നെ എന്താ പറയുക ചായപ്പൊടി, ഏലക്കായ ഞാൻ പറഞ്ഞില്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വ്യൂ പോയിന്റിലോട്ടൊന്നും പോയില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ സെഹ്റമോളിനെ വെച്ചിട്ട് പോവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കണ്ടത് തന്നെയാണ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ എവിടേക്കും പോയില്ല. പിന്നെ ആ ദിവസം തന്നെയായിരുന്നു താത്ത പോകാൻ നിന്നത്. അപ്പോൾ താത്ത അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി കേട്ടോ. ഒരു 5-5:30 ആവണ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ അന്ന് നെന്മാറ വേലയായിരുന്നു. അപ്പോൾ നെന്മാറുടെ വേലയുടെ ഫസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. നെന്മാറയിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ പന്തൽ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ കടകളും കമ്മലും അതുപോലെ തന്നെ പൊരികളായാലും അങ്ങനത്തെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വേലപ്പറമ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നൈറ്റ് ആയല്ലോ, അപ്പോൾ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് നെന്മാറ ദേശത്തിൻ്റെയാണ് കേട്ടോ. ഇപ്പുറത്ത് വന്നിട്ട് വല്യങ്കി ദേശത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും അടിപൊളി തന്നെ ആയിരുന്നു. ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നെന്മാറ ദേശത്തിൻ്റെ വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഓരോ യുദ്ധം നടന്നതും, ഇന്ത്യയിലെ യുദ്ധം നടന്നതും അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ആയാലും അങ്ങനെ ക്രിക്കറ്റിൻ്റെ ആയാലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടോം ആൻഡ് ജെറി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് നേരം സെഹ്റമോളിനെ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറക്കി വിട്ടതേ ഓർമ്മയുള്ളൂ. അവളുടെ ബാക്കിലായിരുന്നു ചിന്നത്ത, ഉമ്മ, മുഹമ്മദൊക്കെ അവളുടെ ബാക്കിലായിരുന്നു കേട്ടോ. എന്താ ഇഷ്ടമെങ്കിൽ അവൾ കിട്ടിയ പാട്ടിന് അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ ചെയ്യണത്. കുറേ സ്ഥലം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ എന്താ പറയുക വിശാലമായ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാമല്ലോ. അപ്പം അതുകൊണ്ട് കാലിൽ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഓടുന്നത്. പിന്നെ അതുപോലെ കാലിലൊന്നും കുത്താനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളത് അവിടെ നിന്ന് അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 8-8:30 ആകുമ്പോൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് റീന. ബൈ, ഗുഡ് നൈറ്റ്.